Q Developers Comedy Super Night 2. നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ താരസുന്ദരികളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങളും വെയിറ്റ് ചെയ്യാണെന്ന് ഞങ്ങൾക്കറിയാം. അത് തുടങ്ങാം. എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നല്ല രണ്ടുപേരും ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. മുക്ത 3 വയസ്സ് മുതൽ, രണ്ടുപേരും 3 വയസ്സ്. ഓ വാട്ട് എ കോയിൻസിഡൻസ്. ഇപ്പൊ വലിയ വലിയ ഷോസിനൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു രണ്ടുപേരും. ഷോസ് ഫിലിം ഇൻഡസ്ട്രി വന്നതിന് ശേഷം ഒന്നുപോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. സാഹചര്യം ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഭാവിയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചെറുപ്പത്തിലെ ഡാൻസ് ഒക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് ടി വിയിൽ എൻ്റെ മുഖം ഒന്ന് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് അത് മാത്രം. സിനിമയൊക്കെ വേറെയാണ്, ടി വിയിൽ എൻ്റെ മുഖം വരണം അത്രേ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചു ഇവിടെ വരെയൊക്കെ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. ഇതൊക്കെ ഓരോ അഞ്ജലിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുവന്ന സുഹൃത്തുക്കൾക്കറിയാം, ഞാൻ സ്റ്റുഡിയോ പോയി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കില്ല. ക്യാമറയുടെ മുന്നിൽ വരുന്നു മേടിച്ചിട്ട് അങ്ങനെ ഇരുന്ന ആളാ ഞാൻ. സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് അതാരാണ്? എനിക്ക് എല്ലാവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. പിന്നെ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റും. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. മുക്തയോ? എനിക്ക് എല്ലാവരോടും നല്ല അങ്ങനെ മാക്സിമം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒന്നും ആലോചിക്കാൻ പാടില്ല, ഒട്ടും ആലോചിക്കാതെ വളരെ നല്ല ഉത്തരം പെട്ടെന്ന് തന്നെ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അഞ്ജലി, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? ഒരുപാട് പേര് ഇഷ്ടമാണ്. ആലോചിക്കാതെ പറയുന്നു. ആലോചിക്കാതെ പറയണമെന്നാ പറഞ്ഞു. ഒരുപാട് പേര് ഇഷ്ടമാണ്. അത് പറ്റില്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയണം. ഒറ്റ ഉത്തരം പറയാനേ പാടുള്ളൂ. കേട്ടല്ലോ, ഒരുപാട് പേരെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഭീഷണിപ്പെടുത്തി ഒരാളുടെ പേര് പറയിപ്പിക്കുന്നു. എനിക്ക് ലാലേട്ടന് ഇഷ്ടമാണ്. അപ്പൊ മുക്ത പറയും. ലാലേട്ടനെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട നടി? അത് ഒരുപാട് പേര് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരാളുടെ പേര് പറയണമല്ലോ. ആലോചിക്കരുതല്ലേ. ഒരുപാട് പേര് ഇഷ്ടമായോണ്ടാണ്. ശോഭന ചേച്ചി. മുക്തയ്ക്കോ? പ്രിയങ്ക ചോപ്ര. പ്രിയങ്ക ചോപ്ര ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ? ലാൽസോ. അത് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരാളുടെ പേര് പറയാം. ഇത് ആലോചിക്കാൻ ടൈം എടുക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസ്സില് ഒരിക്കലും ഇല്ല. ഭയങ്കര ആലോചനയായിരുന്നു സ്കൂളിൽ. അതാ പ്രശ്നം പറ്റി. ഉത്തരം പറയാൻ വേണ്ടി വളരെ ആലോചിച്ചിട്ടാ കുട്ടി ഉത്തരം പറയാം. അല്ല, എല്ലാരെയും ഒരേപോലെ സ്നേഹിക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. സ്നേഹിക്കുന്ന ആളാണ്. ശരി, സമ്മതിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? അച്ഛനുറങ്ങാത്ത വീട്. അഞ്ജലി? മൊയ്തീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സിനിമകൾ ചെയ്തു. നമ്മൾ ചെയ്ത സിനിമകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു സിനിമ ഉണ്ടാവുമല്ലോ, അതേതാണ്? നസ്രാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് അതിൽ. പിന്നെ എനിക്ക് ഇമ്മാനുവലിൽ ഞാൻ ആകെ 3 സീനിലേ ഉള്ളൂ. പക്ഷെ ഞാൻ എവിടെ ചെന്നാലും ഇമ്മാനുവൽ പോലത്തെ സിനിമ ഇനി ചെയ്യുമോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നേരത്തെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഹീറോയിനായിട്ട് ചെയ്താലേ ഒരു വിലയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ എന്നെ മാറി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇനി ഞാൻ ചെയ്യും. അഞ്ജലി? ഞാനും ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്കൊരു 70-ൽ കൂടുതൽ സിനിമകളായി. പക്ഷേ പുലിമുരുകനിൽ വന്ന ആ ഒരു ഒറ്റ സീന് വെച്ചിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ വെച്ച് ഈശ്വര, പുലിമുരുകനിൽ ഒറ്റ സീൻ, അത് ഡൾ മേക്കപ്പ്. അപ്പം അത് ഭയങ്കരമായിട്ട് എനിക്കൊരു ഷോക്ക് ആയിട്ടുള്ള തന്നൊരു സർപ്രൈസിങ് ഫാക്ടറായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അതേസമയം ഒപ്പത്തിൽ ലാലേട്ടൻ്റെ അനീതിയായിട്ട് ചെയ്യേണ്ട ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ രക്ഷാധികാരി ബൈജുവിൽ ബിജുവേട്ടൻ അനീതിയായിട്ട് ചെയ്തപ്പോൾ അതിന് ഭയങ്കര റെസ്പോണ്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ പാടിയിട്ടുള്ള പാട്ട് ഏതാണ്? അതായത് നമ്മൾ ദേശീയഗാനം എന്ന് പറയല്ലോ, എവിടെ ചെന്നാലും ആ ഒരു പാട്ടേ പാടും. ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു പാട്ടാണ്, ഡെയിലി വെക്കും. കൺമണീനെ ഭക്ഷണം കൊടുക്കാനായിട്ട് പപ്പയുടെ സ്വന്തം പപ്പൂസിലെ ഓലത്തുമ്പത്തിരുന്ന് ആ പാട്ട് കണ്ടാലേ കൊച്ചു ഫുഡ് കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു, ശോഭന ചേച്ചിക്കും മമ്മൂക്കൊക്കെ ഒരു വലിയ ബിഗ് താങ്ക്സ് അങ്ങനെ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തതിന്. ഞാനും ഈ പറഞ്ഞ പോലെ മോളായതിനു ശേഷം അങ്ങനത്തെ കുറെ പാട്ടുകളാണ് കേൾക്കാറും കേൾപ്പിച്ചു കൊടുക്കാറും. ദേശീയഗാനം വെച്ച് കഴിഞ്ഞാൽ അവക്ക് ഈ ഓമന തിങ്കൾ, അതെന്റെ ക്വാളിറ്റിയോടും അത് തന്നെ. എല്ലാരും വിളിക്കും പറയും ഉറങ്ങിപ്പോവും ആദ്യം എന്ന് പറയും. അത് തന്നെയാണ് ആ പാട്ടാണ് കേൾപ്പിക്കുന്നതൊക്കെ. അപ്പോൾ പ്രേക്ഷകരെല്ലാരും കേട്ടു, രണ്ടുപേരും മക്കൾക്ക് വേണ്ടിയിട്ട് ഈ പാട്ടാണ് ദേശീയഗാനമാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി രണ്ടുപേരും എന്നാലും പാടിത്തരാതിരിക്കില്ല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. വെരി സോറി, ഞാൻ പാടില്ല. രക്ഷപ്പെട്ടു. അഞ്ജലി? ഇല്ല, രണ്ടുപേരും രക്ഷപ്പെട്ടു.
നമുക്ക് രണ്ടുപേർക്കും വേണ്ടി അൻസിബ ഇപ്പൊ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അയ്യോ എല്ലാവരും കഴിച്ചു. ഞാനൊരു കാര്യം പാടു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് വാവയല്ല. വേണ്ട, പാടിയാൽ മതി, പ്രശ്നമില്ല. ഡെഡിക്കേറ്റ് ചെയ്യൂ. ശരി, എന്റെ പ്രിയ സുഹൃത്തുക്കളായ അഞ്ജലിയും മുക്തയും ആവശ്യപ്പെട്ടതിന് പ്രകാരം ആ ചലച്ചിത്ര ഗാനം ഞാൻ ആലപിക്കാൻ പോവുകയാണ്. ആലപിക്കും. ഉന്നെ ഇപ്പ പാക്കണോ, ഒന്ന് പേസണോ, എന്നെ കുട്ടി കേക്കണോ, அன்பு காட்டணும் உறவே மரம் தேம்பதே உசுர தரையேங்குதே உன்னை இப்ப பார்க்கணும் ஒன்னு பேசணும். It's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and move your mind. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. നിർത്തിക്കോ. ആ ലോഡ് താഴെ ഇറക്കും മോളെ. ആ എന്നിട്ട് ലോഡിങ് ഇറക്കി അപ്പുറത്തോട്ട് പോകും, അപ്പുറത്ത് പോകും കേട്ടോ. ഞാൻ പിന്നെ തുടങ്ങി കരച്ചിരി. അയ്യോ എന്നെ പറ്റി മോനെ, പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയോ? അയ്യോ പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയ ആർക്ക് വിഷമം? അതൊന്നല്ല, എന്റെ ലൈൻ പൊട്ടിപ്പോയി. ഇക്കാന്റെ കൂടെ നടന്നിട്ട് അവൻ ഇത്രയ്ക്ക് വഷളായത്. പക്ഷെ നാട്ടുകാർ പറയുന്നത് നേരെ തിരിച്ചല്ലേ. എവന്റെ കൂടെ നടന്നിട്ടാണ് ഞാൻ വഷളാന്നാണ് എല്ലാരും പറയുന്നത്. ആ അതാണ് അപ്പൊ എന്റെ പൊന്നിക്ക ഇവനൊന്നും ഉപദേശിച്ചൂടെ? എന്റെ പൊന്നു മോളെ, ഞാൻ എത്ര പ്രാവശ്യം നല്ല കാര്യം പറഞ്ഞ ഉപദേശിച്ചാന്നറിയാവോ? ഇവൻ നന്നാകത്തില്ല. ആഴ്ച കറഞ്ഞാൻ പിടിച്ചാണല്ലോ ഞാൻ. എടാ ഞാൻ ഇന്നാളെ നിന്നോട് ഞാൻ പറഞ്ഞാണ് ഞാൻ, അതായത് നമ്മളൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ABCD നോക്കി വേണം നമ്മൾ പ്രണയിക്കാൻ. ഞാൻ എന്താ വൃത്തിയോട് പറഞ്ഞു? ഇടയർക്ക അതല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മളൊരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ അവിടെ ABCD നോക്കി വേണം പ്രണയിക്കാൻ എന്ന് പറഞ്ഞ കാര്യം ഞാൻ വിശദീകരിക്കാം. അതായത് ഈ A എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏജ്, നമ്മൾ ഈ പ്രായവും തരവും നോക്കി വേണം നമ്മൾ പ്രണയിക്കാൻ. അല്ല മൂത്തവരെ കയറി പ്രണയിച്ചാൽ മറ്റേ പ്രേമ സിനിമയിലെ അവസ്ഥയാകും. പറഞ്ഞു മനസ്സിലായ? അടുത്തത് ബി എന്ന് വെച്ചാൽ ബ്യൂട്ടി, നല്ല സൗന്ദര്യമുള്ള പെമ്പിള്ളേരെ അതൊക്കെ നോക്കി വേണം പ്രയോഗിക്കാൻ. അല്ലാതെ എന്നെ പോലെ വല്ല മർദ്ദയം കെട്ടിയിട്ട് കിടന്ന് അനുഭവിക്കരുത്. അതാണ് ഞാൻ ഈ പറയുന്നത്. അടുത്തത് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ്, നമ്മൾ കാസ്റ്റ് നോക്കിയാണ് പ്രണയിക്കാൻ. അപ്പൊ അതാണ്. അപ്പൊ പിന്നെ കല്യാണത്തിന് വിഷയം വരത്തില്ല. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഡെപ്പോസിറ്റ്. എങ്കോത്തിന് ഡെപ്പോസിറ്റ് ഉണ്ടാവും, അവിടെ അച്ഛന് കാത്തുണ്ടെന്നൊക്കെ നോക്കണം. നീ തന്നെ മേടിച്ചാൽ കെട്ടാവും. മനസ്സിലായ? അതാണ് ഞാൻ പറഞ്ഞത്. നല്ല നല്ല ഉപദേശം ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഉപദേശമാണ്. അതെ അതെ, മനോഹരമായ ഉപദേശം. ആരുമായിട്ടുള്ള പ്രേമ പൊട്ടിയത്? അവന്റെ ആരുമായിട്ടുള്ള പ്രേമ പൊട്ടാത്തത്. പിന്നെ ചേച്ചിക്കറിയോ, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച എന്റെ അച്ഛമോള് എന്നെ വിട്ട് പിരിഞ്ഞു പോയി. അതെ സൂരജ്, ഈ ആത്മാർത്ഥമായിട്ട് എങ്ങനെയാ പ്രണയിച്ചത്? അറിയില്ല, അത് ഞാൻ സംഭവം പറഞ്ഞുതരാം. അത് അവൾക്ക് വേണ്ടിട്ട് ലോകത്തിന്റെ ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറായിരുന്നു. നീ ലോകത്തിന്റെ ഏതറ്റം വരെ വേണേ പോക്കോ, പക്ഷെ തിരിച്ചു വരരുത്. തിരിച്ചു വന്നാൽ ഈ മുടഞ്ഞ പണി പിന്നെ കാണിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ ആരും പിരിഞ്ഞു പോവൊന്നുമില്ല. എന്നാ നീ എങ്ങനെ നിന്റെ അച്ഛനോടടുത്ത് നിന്റെ സ്നേഹം അറിയിച്ച്? സിമ്പിളായി പറഞ്ഞുതരാം. ശരി. ആദ്യമായി തോന്നിയ എന്റെ പ്രണയം, ആരോടും പറയാത്ത എന്റെ പ്രണയം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ആരോടും പറയാത്ത, ആരും കേൾക്കാത്ത, ഞാൻ പോലും ആരോടും പറയാത്ത പച്ചക്കറിയല്ല അവൾ എന്റെ അടുത്ത് അതെ, നിന്നോട് ആരായാലും അങ്ങനെ പറയുള്ളൂ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും ഒന്ന് തെറി വിളിക്കണം തോന്നും. എടാ ചെക്ക, നിനക്ക് ഒരു ലൈനൊന്നുമല്ലല്ലോ, ഒരുപാട് ലൈനില്ലേ? അതാ ഞാൻ പറയുമ്പോ ആരും വിശ്വസിക്കത്തില്ല. ഏറ്റവും കുറഞ്ഞ 5 ലൈൻ വരെ ഉണ്ട് ഒരു സമയത്ത്. ഇവന് സീസണൽ വർക്കാണ്. 5 ലൈൻ ഒരു സീസൺ, അങ്ങനെയാണ്. സംഭവം വേറൊന്നല്ല, ഈ ബന്ധങ്ങൾ സ്വർണം പോലെയാണല്ലോ. കൂടും തോറും ഇമ്പം കൂടി കൂടി വരും. ഇതൊക്കെ ഈ ആവശ്യമില്ലാത്ത വർത്താനം എല്ലാം. ഇതൊക്കെയാണ് ഇവൻ ഉപദേശിക്കണേ. എന്റെ മോളെ ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇവൻ നന്നാകത്തില്ല, പിന്നെ ഞാൻ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ വെച്ച് ഒരു കാര്യം ചെയ്യാം. അവസാനമായിട്ട് ഞാൻ ഇവനെ ഒന്ന് ഉപദേശിക്കാം. ഇതിന് ഇവൻ നന്നായില്ലെങ്കിൽ ഇവൻ ഇനി ജന്മത്തിൽ ഇവൻ നന്നാകത്തില്ല. അത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സംഭവം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് വെള്ളം പോലെയാണ്. ആ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് വെള്ളം പോലെയും ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ പോലെയാണ്. ആ സംഭവം പറയാം, ഞാൻ വിവരിക്കാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ എന്ന് വെള്ളത്തിൽ വീണാലും വെള്ളം കോരി മൊബൈലിന്റെ പുറത്ത് വീണാലും രണ്ടും കേട് മൊബൈലിന് തന്നെ.
എടാ കേടെല്ലാം നമ്മൾ ആണുങ്ങൾക്ക് തന്നെ ഒന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ ഈ കാസിനേവം കൊണ്ട് ഇവിടുന്ന് പോവാണ്. ശരി പോവല്ലേ? പിന്നെ പോവാ. എന്താ വേണ്ടത്? പറ്റിയത് എന്റെ പ്രണയം പൊളിഞ്ഞല്ലോ. പിന്നെ ഡാൻസേഴ്സ് നാല് പെൺകുട്ടികൾ അത് പോയി. അവരെയും പറഞ്ഞു. അപ്പൊ ഇവിടെ 3 പേരുണ്ടല്ലോ. ആ അതുകൊണ്ട് നിങ്ങളുടെ 3 പേരുടെയും കൂടെ ഒന്ന് ഡാൻസ് അല്ല, ഇതാണ് കുഴപ്പം. എന്റെ പാട്ടിൽ ഇതാണ് ഇവന്റെ വിഷയം. ഇതാണ്. പാവല്ലേ, അത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പൊക്കോളാം. ഞാൻ പോയിക്കോളാം. ശരി, ഏത് പാട്ടാ? ഒരു നിരാശ കാമുകിന്റെ ശരി ശരി ഓക്കെ, ശരി. ഒരു പാട്ടല്ലേ അത് കളിച്ചൂടാ. സെന്ററിലേക്ക് നിൽക്കും. ആ പാട്ടിന് ഇട്ടാ മതി. ശരി, ഓക്കെ, പാട്ട് വരട്ടെ. എടുക്കണോ ഇനി വേണല്ലോ? Already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. ഡാൻസ് കളിച്ചൂടാ. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. അയ്യോ It's already Saturday. മതി. പാട്ട് stop. ഇത് മതി. Stop. അസൂയ, അസൂയ, അസൂയ. ഇതാണ് കണ്ടാ? എന്തേ? അവൻ താളിച്ചിട്ട് വീടാൻ പോണു ചെക്കൻ. അല്ല, ഇതേ യവന്റെ നല്ല സമയമാണ്. അല്ല, കാരണം യവൻ വരുമ്പോഴത്തേന് ഇങ്ങനെയുള്ള നല്ല പെമ്പിള്ളാരും ഞാൻ കയറി വരുമ്പോ വല്ല കരിങ്ക ചച്ചിയാ വല്ല മറ്റേ വേറെ ആരെങ്കിലും. ഇതൊക്കെയാണ് എനിക്ക് ഭാഗ്യമില്ല. പറഞ്ഞിട്ട് കാര്യം. അല്ല, ഇതെന്താണ് നിരാശ കാമുകനല്ല, ആവേശ കാമുകനാണ്. പക്ഷെ മുസ്തഫാക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് മനസ്സിലായി. ഫീൽ ചെയ്യണ്ട. മുസ്തഫാക്കാന്റെ ഒരു റാംബോ. ഓക്കെ, മുസ്തഫാക്കാന്റെ ഒരു റാംബോ. ഓക്കെ, നടന്നു. വേറെ സെറ്റപ്പാണ് ഞാൻ. ലാലേട്ടനാണ് കയ്യടിക്കണം. നായികമാര് വേണ്ടത്. അതൊന്നും നിങ്ങൾ വരാത്ത അത് വലിയ സന്തോഷം. ഈ സൗഭാഗ്യം ഒപ്പിച്ചു തന്നേന്. സാർ ഒന്നിങ്ങോട്ട് വരൂ. സാർ ഒന്നിങ്ങോട്ട് വരൂ. വരൂ. ആദ്യമായിട്ടാണ് ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നന്നായിട്ട് ചെയ്യണത്. എന്റെ കണ്ണ് നിറഞ്ഞ ദിവസമാ. കാരണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പൊ ശരി, അപ്പൊ ഈ ഹീറോയിൻസിനെ നല്ലൊരു സല്യൂട്ട് പഠിപ്പിക്കണ്ട നമുക്ക്. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കുന്നതല്ല. ഓക്കെ, അല്ല, ഇത് ചെയ്യണം ഇതുപോലെ. ചെയ്യണം. പിന്നെങ്ങനെ? ശരി. അല്ല, ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്യണം. അങ്ങനെ ഓരോരുത്തർ ചവിട്ടി പൊളിക്കണം. ഫ്ലോർ പൊളിഞ്ഞു പോലെ. പൊളിക്കണം. ഈ കറുപ്പാന കയ്യാറ പോലെ അല്ല ഇത്. ചില പ്രശ്നമാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ പോയിട്ട് പറയാം കേട്ടോ. ഓക്കെ, വരുമ്പോ മറ്റേ ഗെയിം എടുത്ത് തരണേ. പേടിക്കണ്ട, വളരെ ചെറിയൊരു ഗെയിമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടായ്പ ഗെയിമാണ്. അതെ, ഈ ഗെയിമിനെ പറ്റി ഡെമോൺസ്ട്രേഷൻ ആവശ്യമാണല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിൽ നല്ല ഹൈ വോളിയത്തിൽ പാട്ട് വെക്കും. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആര് എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് പറയണം. ആ പേര് അയാളുടെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആദ്യം നമുക്ക് മുക്ത കളിക്കാം അല്ലേ? ഒന്നും പഠിക്കാതെ ഞാൻ ഇവിടെ എന്ത് സഹായത്തിനും ഞാൻ നിൽപ്പുണ്ട്. അത്രയ്ക്ക് വലിയ സഹായം പാടില്ല. അച്ഛൻ ഉറങ്ങാത്ത വീട്. അച്ഛൻ ഉറങ്ങാത്ത വീട്. അച്ഛൻ ഉറങ്ങാത്ത വീട്. പിന്നെ എഴുതി കാണിച്ചാൽ അല്ലല്ല, ആദ്യത്തെ ഗെയിമിൽ തന്നെ മുക്ത വളരെ അധികം ഞാൻ എളുപ്പമുള്ളത് എളുപ്പമുള്ളത് പറയണേ. സിമ്പിള്. കാക്കോത്തി കാവില് അപ്പൂപ്പൻ താടി. എന്താന്ന്? കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടി. ഒറ്റ പ്രാവശ്യം. കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടി. ഫൗളാണ്. ലിപ്പ് പറ. കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടി. കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടി. അത് പറഞ്ഞാ പിന്നെ പറയത്തില്ല. സത്യം ശിവം സുന്ദരം.
ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം. ഛേ, പൊളിഞ്ഞ്. ശരി, ഇനി അഞ്ജലി. എനിക്ക് എളുപ്പമുള്ളത് വേണം. ഓ, എളുപ്പമുള്ളത് വരും. ഒച്ചത്തി പറയാം അല്ലേ? ഒച്ചത്തിൽ പറയാം. ട്രാഫിക്. തുടങ്ങിയോ? ആ തുടങ്ങി. ട്രാഫിക്. ക്ലിയർ ആയിട്ടാ പറഞ്ഞു. ട്രാഫിക്. ഞാൻ ഈസി ആയിട്ട് കാണിച്ചു തരാണ്. ആ, കറക്റ്റ്. ഇത്രയും കറക്റ്റ് ആയിട്ട് Traffic. ഒരാൾ. ട്രാഫിക്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. നിനക്ക് പറ്റിയ പേര്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അങ്ങനെ. ഇതെന്റെ സൂരജ്, നീ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങളെ. മുസ്തഫാക്ക പറ. തേന്മാവിൻ കൊമ്പത്ത്. തേന്മാവിൻ കൊമ്പത്ത്. ഏതായാലും നീ ഇവിടെ വലിയ ആവേശ കാമുകനായിരുന്നല്ലോ. അപ്പൊ സൂരജ്. ഓക്കെ, അഞ്ജലി പറ സിനിമയുടെ പേര്. ഉറക്കെ പറഞ്ഞോ. കാസനോവ. പാവല്ലേ? പോട്ടെ. ആ, അടുത്ത മുക്ത. ടേക്ക് ഓഫ്. കേക്ക് വേണം, പൂ കേക്ക്. ടേക്ക് ഓഫ്. ടേക്ക് ഓഫ്. ഇനി മുസ്തഫാക്ക ഒന്ന് പറഞ്ഞോളൂ. രാജമാണിക്യം. രാജമാണിക്യം. ഇയാള് നിപ്പാ നിക്കല്ല. അതെന്റെ മീശ ഇരിക്കുന്നോണ്ട് കാണാൻ പറ്റാത്തതാണ്. എന്റെ മീശ ഇരിക്കുന്നോണ്ട് കാണാൻ പറ്റാത്ത. നിപ്പ പറ. രാജമാണിക്യം. ഫുട്ബോൾ നാട്ടികളോ. അടിപൊളി. അതല്ല, രാജമാണിക്യം. ചിപ്പ് ക്യാമറ, ചിപ്പ് ക്യാമറ. ഓ, രാജമാണിക്യം. രാജമാണിക്യം. നീ എനിക്ക് എളുപ്പം തന്ന കേട്ടോ. കാരണം നീ നമ്മുടെ ഗെയിം മാസ്റ്റർ ഇത് എടുത്തു കൊണ്ടുപോയിക്കോളൂ. Thank you. ഇവർ രണ്ടുപേരും വിജയിച്ചിരിക്കുന്നു. ഞാൻ പോട്ടെന്നാ? ഓക്കെ. ഓക്കെ. ഓക്കേ, ശരി. അപ്പൊ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനിയിപ്പോ രണ്ടുപേരും പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പുതിയ പ്രൊജക്ട്സ് ഇപ്പൊ പോക്കിരി സൈമൺ നമ്മുടെ അങ്കമാലിയിൽ അപ്പാൻ രവിയുടെ ഭാര്യയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം, ക്രോസ് റോഡ്, ചങ്സ്, ലവകുശ, റോൾ മോഡൽസ് എന്നൊക്കെ പറഞ്ഞ കുത്ത് 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 നടന്നുകൊണ്ടിരിക്കുന്നു. മുക്ത നല്ല പ്രോജക്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മുക്തയ്ക്കും കിട്ടട്ടെ. നമ്മൾ ഇത് ഈ പറഞ്ഞ പോലെ ഇമ്മാനുവലിൽ നമ്മൾ 2 സീനാണോ 3 സീനാണോ എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഹീറോയിനാണോ എന്നൊന്നുമല്ല, ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ, ഏറ്റവും നല്ല ചലച്ചിത്രങ്ങളിൽ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ രണ്ടുപേർക്കും ലഭിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. അവിടെ നിന്നു. ഇവരെ ഓഡിയൻസിന്റെ അടുത്ത് പറയാനുള്ളതോടെ പറയട്ടെ. അവരോട് ആദ്യമേ തന്നെ വലിയൊരു താങ്ക്സ് പറയാണ് ഫ്ലവേഴ്സ് ടിവിയോട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ കോമഡി സൂപ്പർ നൈറ്റിൻ്റെ ഈ വേദി എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നാളായിട്ട് ഇവർ വിളിക്കുകയാണ്, എന്നാലും ഇപ്പോഴാണ് അവസരം വന്നത്. അപ്പോൾ ഇത്രയും നാളും തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനി ഉണ്ടാവണം. നല്ല ക്യാരക്ടേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ എന്താ പറയാ, കോമഡി സൂപ്പർ നൈറ്റ് വീണ്ടും വീണ്ടും വിളിച്ച് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം വരുന്ന കഥാപാത്രങ്ങൾ അമ്മയായാലും അമ്മുമ്മയായാലും അനിയത്തിയായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഒരു 18 വയസ്സുകാരി പട്ടുപാടയുടെ ഒരു കഥാപാത്രമുണ്ട്, അതാണെങ്കിലും എല്ലാം സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്ന് ഈ ഫ്ലോർ തന്നെ മുഹൂർത്തമാക്കി തന്നതിന് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് പറക്കാട് ജ്വൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. അതുപോലെ അഞ്ജലി കുട്ടിക്കും ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് പറക്കാട് ജ്വൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. നിങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡൻസ് ഗ്രൂപ്പ്.